സുഹൃത്തുക്കളെ, കർഷകരെ, ഇന്ന് 2020 ഡിസംബർ 8 ഒരു ഐതിഹാസിക ദിനമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കഴിഞ്ഞ 70 വർഷമായി കർഷകരെ ആത്മഹത്യയിലേക്കും പാപ്പരീകരണത്തിലേക്കും നയിച്ച നമ്മുടെ ജനാധിപത്യ ഗവൺമെൻറ്റുകളോടുള്ള അവരുടെ രോഷം പ്രകടിപ്പിക്കാനായിട്ടുള്ള ഭാരത് ബന്ദ് ആണ് ഇന്ന്. നമുക്ക് ഈ കൊച്ചു കേരളത്തിനും അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാം. അത് ഏറ്റവും ഫലപ്രദമായി എങ്ങനെ പ്രകടിപ്പിക്കാനാവുമെന്ന ഒരു വിചാരമാണ് ഇതിലൂടെ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കൃഷിമന്ത്രി സഖാവ് സുനിൽ കുമാർ വളരെ ആശാവഹമായ രീതിയിൽ തന്നെ കൃഷിയെയും ജൈവ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുകയും പരമാവധി നമ്മുടെ അന്നം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും അതുണ്ടാക്കുന്നവരെ കഴിവിൻ്റെ പരമാവധി സഹായിക്കാനും മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്കറിയാം, നോട്ട് നിരോധനം പോലെ, അല്ലെങ്കിൽ പെട്രോൾ വില ഇന്ത്യക്കാരന് കൂടുതൽ സൗകര്യപ്രദമാക്കാനായിട്ട് കമ്പനിക്കാർക്ക് വില നിശ്ചയിക്കാൻ അനുവാദം കൊടുത്തതുപോലെ ഇപ്പോൾ അതേപോലെ കുത്തക മുതലാളിമാർക്ക് നേരിട്ട് കർഷകരുമായിട്ട് വിപണനം നടത്താനുള്ള അധികാരം നൽകുന്ന ഒരു നിയമമാറ്റം വരികയും അതിനെതിരായിട്ടാണ് കർഷകർ സമരത്തിലിറങ്ങിയതും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അഭൂതപൂർവമായ കഴിഞ്ഞ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ കാണാത്ത അത്ര വിപുലമായും ശക്തമായിട്ടുമാണ് കർഷകരൊന്നായിട്ട് ഡൽഹിയിൽ തമ്പടിച്ചിട്ടുള്ളത്. അവരുടെ സദുദ്യമങ്ങൾക്ക് എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും പ്രകടിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിന്, ഈ കൊച്ചു മലയാളത്തിന് ചെയ്യാൻ കഴിയുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് നമുക്ക് കർഷകരെ എങ്ങനെ ഈ സദുദ്യമത്തിൽ അവരുടെ പ്രതിഫലവും അന്തസ്സും അഭിമാനവും എങ്ങനെ ഉയർത്താം, അതിന് നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുന്നത്. അതിന് നമ്മുടെ കൃഷിമന്ത്രിയായ സഖാവ് സുനിൽ കുമാർ
നേതൃത്വം വഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ കാര്യം പറയട്ടെ. കാര്യമൊന്നുമില്ല. കൃഷി എന്നതിന് ആധുനിക ശാസ്ത്ര സാങ്കേതിക നിലവാരത്തിനനുസരിച്ച് ഒന്ന് പുനർനിർവചിക്കുക എന്നത് മാത്രം. അത് ഔദ്യോഗികമായി വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ പുനർനിർവചിച്ച് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്താണ് നിർവചനത്തിൽ? ആധുനിക മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനത്തിൻ്റെ വികാസത്തിനനുസരിച്ച് എങ്ങനെ അതിനെ മാറ്റാം? കാരണം അത് എന്തൊക്കെ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നുണ്ട്, സമൂഹത്തിനെ എങ്ങനെയൊക്കെ സേവിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുസരിച്ച് നമ്മൾ നിർവചിക്കണം. ഏറ്റവും നമ്മളെ ഈ പഴയ കാലത്തെ, അതായത് പ്രാചീന കാലത്തെ കൃഷി സമ്പ്രദായത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, വിത്ത് കിട്ടുന്നു, അല്ലെങ്കിൽ ധാന്യം കിട്ടുന്നു, അല്ലെങ്കിൽ ഫലങ്ങൾ കിട്ടുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഇങ്ങനെ ഒരു മണി അരി അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ തേങ്ങ, ഇങ്ങനെ ഏത് വിളവും കിട്ടുമ്പോൾ തന്നെ അതോട് സമകാലീനമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ട് തന്നെ അത്രയും കാർബോഹൈഡ്രേറ്റ് സ്വരൂപിക്കാൻ എത്രത്തോളം കാർബണിനെ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് എന്ന വിഷവസ്തുവിനെ ന്യൂട്രലൈസ് ചെയ്ത് അതിൽ നിന്ന് ശുദ്ധവായു പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കണക്കിലാക്കണം. ഈ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള ഊർജ്ജ ഗുളികയായ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ അതിന് സമാന്തരമായി സമകാലീനമായി നമ്മൾ അശുദ്ധവായുവായ കാർബൺ ഡയോക്സൈഡിനെ ശുദ്ധീകരിക്കുകയും ശുദ്ധവായുവായ ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. അത് കർഷകൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അതിന് നമ്മൾ പരിഗണിക്കണം. അത് കൃഷി എന്ന മഹത്തായ കർമ്മത്തിൻ്റെ യഥാർത്ഥ പ്രോഡക്റ്റായിട്ട് കണക്കാക്കുമ്പോഴേ യഥാർത്ഥത്തിൽ കർഷകൻ ചെയ്യുന്ന സേവനത്തിന് മറ്റ് മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികളുടെയും ജീവനാധാരമായ മൗലികമായ ശുദ്ധവായു നിർമ്മാണം നടത്തുന്നത് കണക്കിലെടുക്കണം. രണ്ടാമതായി, കൃഷി ചെയ്യുന്നതോടുകൂടി ആ മണ്ണിൽ വേരുകൾ ഇറങ്ങുന്നു, ആ സസ്യത്തിൻ്റെ. അതോടുകൂടി തന്നെ വാട്ടർ പ്രിസർവേഷൻ അല്ലെങ്കിൽ ജലസംരക്ഷണം ഉറപ്പാക്കുന്നു. ജലം ഒഴുകിപ്പോകുന്നില്ലാതായി വെള്ളം താഴെ ഊർന്നിറങ്ങാനുള്ള സഹായിക്കുന്നു. അതുവഴി ജലം സംഭരിക്കുന്നു. എന്താ ഇന്ന് ജലത്തിൻ്റെ ഒരു ലിറ്റർ ജലത്തിന് എന്താണെന്ന് വില? അങ്ങനെ ഒരു ഏക്കർ പാടത്ത് കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംരക്ഷിക്കപ്പെടുന്ന ജലത്തിൻ്റെ അളവ് നിങ്ങൾ പരിശോധിക്കൂ. ഇന്ന് അതൊക്കെ നമുക്ക് കണക്കാക്കാൻ ഇവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ. അവരോട് അത് ചോദിച്ചിട്ട് അതിനെന്ത് വില വരുന്നു. അതേപോലെ ഒരു ഏക്കറിൽ കൃഷി ചെയ്താൽ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ഒരു ഗ്രാം അരി ഉണ്ടാവാൻ എത്രത്തോളം കാർബൺ ഡയോക്സൈഡിനെ ന്യൂട്രലൈസ് ചെയ്ത് എത്രത്തോളം ഓക്സിജൻ പുറത്ത് വിടണം, അതിനെന്താണ് മാർക്കറ്റിൽ വില എന്ന് അന്വേഷിക്കൂ. അതൊക്കെ കർഷകൻ്റെ അക്കൗണ്ടിൽ പെടുത്തത്തക്ക രീതിയിൽ നാം കൃഷിയെ പുനർനിർവചിക്കണം.
തീർന്നില്ല. മൂന്നാമത്തത് മാത്രമേ ആവുന്നുള്ളൂ. എന്ത്? നമ്മുടെ ഭക്ഷണത്തിനും ഒരു വില കൽപ്പിച്ചോ, നിലവിൽ നിൽക്കുന്ന വില തന്നെ ആയിക്കോട്ടെ. അതിന് പുറമെ നമ്മളെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, അതായത് കാലാവസ്ഥ നിയന്ത്രിക്കാൻ, അവിടുത്തെ ചൂട്, ഹ്യൂമിഡിറ്റി മുതലായ കാര്യങ്ങളൊക്കെ എങ്ങനെ ജീവിത സൗഹൃദമാക്കാം എന്നതും കർഷകൻ്റെ ഒരു മഹത്തായ കൃഷി എന്ന പ്രവൃത്തിയുടെ ഒരു ഉപോത്ഫലകമായിട്ടുണ്ടായ ഉൽപ്പന്നമാണ്. അതിനും എന്ത് വിലയാവുന്നു എന്നുള്ളത് നോക്കണം. അതേപോലെ അന്തരീക്ഷ മലിനീകരണം തടയാൻ ഇങ്ങനെയുള്ള അനേകം മേഖലകളിലുള്ള കർഷകൻ്റെ സേവനത്തെ നമ്മൾ കണക്കിലെടുത്ത് കൃഷിയെ പുനർനിർവചിച്ച് ഇതിനൊക്കെ നാം ആധുനിക സമൂഹം അവരോട് കടപ്പെട്ടവരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പുനർനിർവചിക്കണമെന്നും, ആ പുനർനിർവചിക്കുന്നതോടുകൂടി തന്നെ കർഷകൻ്റെ അന്തസ്സും അഭിമാനവും അതേപോലെ തന്നെ അവരുടെ പ്രതിഫലവും കൂടാൻ സമകാലീനമായിട്ടും പ്രവർത്തനങ്ങൾ സമൂഹം ഇവിടെ അല്ലെങ്കിൽ ലോകത്തൊന്നായിട്ട് നടത്തുമെന്നും ആണ് എൻ്റെ അഭിപ്രായം. കാരണം ലോകത്ത് ഒരു സ്ഥലത്തും കൃഷിയെ ഇത്രയും മഹത്വവൽക്കരിച്ചുകൊണ്ട് പുനർനിർവചിച്ചതായിട്ട് എനിക്കറിയില്ല. എന്തായാലും കോവിഡ് എന്ന മഹാമാരിയെ സംരക്ഷിക്കാനായിട്ട്, മഹാമാരിയെ പ്രതിരോധിക്കാനായിട്ട് എങ്ങനെ കേരളത്തിന് ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റിയോ അതേപോലെ അല്ലെങ്കിൽ അതിലും കൂടുതൽ ശാസ്ത്രീയമായും സാങ്കേതികമായിട്ടും കൃഷിയെ പുനർനിർവചിച്ച് ലോകത്തിന് തന്നെ ഒരു മാതൃകയാവാൻ ഈ കൊച്ചു കേരളത്തിന് കഴിയുമെന്നും അതിന് നമ്മളെ ഊർജ്ജസ്വലനും ബുദ്ധിമാനും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കമ്മ്യൂണിസ്റ്റുകാരനുമായ സഖാവ് സുനിൽ കുമാർ നേതൃത്വം നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.